ഇതെന്താ അത്? അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തത്. ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ. അത് ചില്ലറ പൈസ 5 പൈസ. അതെന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ അഞ്ചേച്ചി, അഞ്ചേച്ചി, നിങ്ങൾ ചിരിയത്തെ വിളിക്കണേ ചില്ലറ പൈസ എന്നാ? അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനിലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീച്ചി? ലണ്ടനിലോ? ആ, ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതതൊന്നുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ടൊക്കെ കിട്ടും. ഓപ്ഷൻ വയ്ക്കേ? ആ, ഒരു വാച്ചേ. ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുകൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ? ഗോപി, ഞാൻ പോട്ടെ ഭാരതീച്ചി. ടാറ്റാ. ഹലോ. നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു. നീ എവിടുന്നാണ് പണി പഠിച്ച്? നമുക്ക് വേറൊരു സൂചി. കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സൂചി അത്. 1942. ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. ആ ചില്ലറ പൈസ ആ പെണ്ണ സൂചി കിട്ടിയില്ല എന്നോട് കരുത്ത് പുറപ്പിക്കില്ല. അറിയോ നിനക്ക്? എന്താ ഗോപി അത്? സൂചിയാണോ ഇല്ലെന്നേ? ഓ സൂചി അതോ? ഓഹോ, അത് ശരി. അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ്? ചേട്ടാ നീ മിണ്ടരുത്. നിനക്ക് വച്ചുണ്ട് ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ ഗോപി. ഇതിലേ സൂചി നോക്കിയേ. തനിക്ക് ഞാൻ വച്ചുണ്ട്. കൊണ്ടുപോടോന്ന്. അല്ലേ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കാണൂല. കടയാത്രേ. ഏത് ഗതികിട്ട നേരത്തെ നിന്റെ ഇഷ്ടം. കണ്ടാ കിട്ടി. നോക്ക് നോക്ക് നോക്ക്. അത് ചേട്ടൻ തന്നെ. ചേട്ടൻ നിന്റെ ഉത്തരവാദിത്വം. നീ മിണ്ടിപ്പോരുത്. വാച്ചെടുക്ക്. നീ തന്നെ സൂചിനകത്ത് പിടിപ്പിക്കണം. വെക്കടാ, വെക്കി. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളം പണി അറിയാൻ പാടില്ലെങ്കിൽ നിനക്ക് പണി അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലാണോ ഗോപേ? എന്താ നീ ഉദ്ദേശിച്ച സൂചി ഇതാണോ? നോക്കിയേ. ഇത്തിരി ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം? 2 പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ? പശു എന്നൊക്കെ പറഞ്ഞാ എപ്പോ വേണമെങ്കിൽ സൂക്കടൊന്ന് ചാവാം. പാവം, പശു ചാവണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ. ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ. എന്താ? ഒന്നുമില്ല. ഇതാ വാച്ച്. ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല, ഗ്യാരണ്ടി. അല്ല, മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം. ഇതിന്റെ ചാർജ് എത്രയാ? ബില്ലേനെ അയക്കാം. എന്തേ? എന്താ ഈ കുട്ടികളെല്ലാരും കൂടി കാണാനില്ലേ? നോക്കൂ. ഇപ്പൊക്കെ സമയം പിന്നാക്കാ പോവാ. പിന്നാക്കോ? ഇതിന്റെ സൂചി പിന്നാക്കാൻ തിരിയണത്. ഞാനൊന്നുകൂടി വേണ്ട. ഇത് ഫേവർ ലൂബിയാണ്. 1942 മോഡൽ. സൗത്ത് ഇന്ത്യയിലെ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെക്കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം. ഏടത്തി വിളിച്ചു. ഹലോ, ഫേവർ ലൂബ. പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക്. കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവൂലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചു തന്നിട്ട് ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കേട്ടോ, അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കുട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യ. നിർബന്ധം അച്ഛാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളും. ടൈം പീസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, കൊടുക്കാൻ ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ? കൈ പൊള്ളു? സന്ധ്യക്ക് കാർത്തികൾക്ക് വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്?
അപ്പൊ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടിയുണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി. നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സമയം ഏതാണ്ട് 12-ന് 1 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചൂട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ഈശ്വര. നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ഛമല്ലേ. സായിപ്പന്മാര് തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ. സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നെ ബാക്കിയാ. വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും. സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ. മൊത്തം ഒരു 500 ഇടാ അല്ലേ? അയ്യോ അത് പോരാ പ്രഭാരേട്ടാ, ഒരു 750 തരണം. അത് ഇത്തിരി കൂടുതലാ. കൂടിയ ഒരു 550 അതിനേ ഉള്ളൂ. എന്നാ 600. 550 കൂടുതലേ കുട്ടി. എന്നാ ഒരു 575 25 റുപ്യക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ. ഭരതമാഷക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ? എന്തൊരു കണക്ക് പറച്ചിലത്. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് വെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ. ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്. ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. കരയാ? പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് അടുത്തേമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. ചിന്തുമോളെ, എന്താ ഇത്? ചേച്ചി അവിടെ ഇതിൽ കൂടി നോക്കി അടുത്ത് കാണാം. ഓഹോ, എവിടെ ഒന്ന് നോക്കട്ടെ. ചെറിയച്ഛനെ കാണിച്ചത്. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനൊരു നീണ്ട കുഴലിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങളെ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളെ അല്ല നോക്കുക, അല്ലേ ഭാരതിയെ? ആ, നീ എന്താ ഊണ് കഴിക്കാത്തെ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. 3-ൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹബന്ധം. നീ കിടന്നു വരില്ലൊന്നും വേണ്ട. ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസവെച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോപിയെ. 2 ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാ അപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും. ആഹാ, ചിന്തുമോളോ, ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വന്നേ.
നീ എന്നെ എന്താ വിളിച്ചേ? ചില്ലറ പൈസ കാന്താരി ഇനി എങ്ങനെ വിളിക്കോ? ചെറിയച്ഛനാ പറഞ്ഞത് അഞ്ചു ചേച്ചിന് ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ഛനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഞാൻ എത്ര വിളിച്ചു തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ? സന്ധ്യക്ക്. ചെറിയച്ഛന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ഛനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ നമുക്ക് പോയി നോക്കാം. ചെറിയച്ചി ശരി. അപ്പൊ ഇതാണ് സൂത്രമല്ലേ? മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ഛൻ എപ്പോഴും ഇതിൽ കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ഛൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചിന് തന്നെ നോക്കണത്. കള്ളൻ. വരൂ വരൂ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത്? എത്ര നാളെ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനോ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. അയ്യടാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. അയ്യാ, എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ. എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. പറയട്ടെ. ആ, എനിക്ക് 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 ആ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലൊരു ഇഷ്ടമില്ലേ? ഉണ്ടല്ലോ. ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ. ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്.
ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. വയ്യ. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ.